പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണല്ലോ. ഈ മനോഹരമായ ദിവസത്തെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അവിടുന്ന് നമുക്കായി അനുവദിച്ചു തന്നതാണ്. അതുകൊണ്ട് അവിടുത്തെ ഹിതം നമ്മളിൽ ഈ ദിവസം നിറവേറട്ടെ. അങ്ങയുടെ ഇഷ്ടം പൂർണ്ണമാകേണ്ടതിനായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായിരുന്നാലും അവിടുത്തെ ഹിതം നമ്മുടെ ആ സന്തോഷമാണ്. നമുക്ക് ദോഷമായി ഒന്നും ചെയ്യത്തില്ല. ഇന്ന് പകലിൽ അതുകൊണ്ട് കർത്താവിൻ്റെ വലിയ മഹത്വം കാണുന്ന സാക്ഷ്യമുളവാക്കുന്ന ഒരു പകലായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അതിനു മുൻപായി ഒരു വചനഭാഗം വായിച്ചിട്ട് സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത് വാക്യമാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. എല്ലാവരും എപ്പോഴും കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന മനോഹരമായ ഒരു വാക്യമാണ്. അതിനകത്ത് ഒരു പദം ഇന്നലെ രാത്രി നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലൊന്ന് സ്പർശിച്ചു. അപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് പങ്കുവെച്ച് ഒന്ന് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാം. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിയും. അതിൽ ഞാൻ ഇന്നലെ രാത്രി എനിക്ക് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നൊരു കാര്യം, സ്തോത്രം, ഞാൻ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിയും. അപ്പോൾ വാതിൽക്കൽ നിന്ന് കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടിട്ട് വാതിൽ തുറന്നാൽ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ദൈവശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത്. ദൈവശബ്ദം കേട്ട് ആര് വാതിൽ തുറന്നാലും അവർക്ക് ഭയം എന്നേക്കുമായി മാറുവാനിടയായിത്തീരും. അവർക്ക് വലിയ സന്തോഷമുണ്ടാകുവാനിടയായിത്തീരും. അവർ ഒറ്റപ്പെട്ടു പോകാനിടയാകത്തില്ല. സ്തോത്രം. അത് എന്നെ ഓർപ്പിച്ചൊരു ഭാഗം എന്നാന്ന് ചോദിച്ചാൽ, അത്താഴം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് അത്താഴം എന്ന് പറയുന്നത് രാത്രിയിലെ ഭക്ഷണത്തിനാണല്ലോ. അത്താഴം കഴിക്കാതെ കിടക്കരുത് എന്നൊക്കെ പറയുമല്ലോ പഴയ ആൾക്കാർ. അത്താഴം എന്ന് പറയുന്ന രാത്രിയിലെ ഭക്ഷണമാണ്. ഈ ഡിന്നർ എന്ന് ഡിന്നറിനായിട്ട് അത്താഴത്തിനായി പണ്ടൊക്കെ ആരെങ്കിലും വന്നാൽ അത്താഴം കഴിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവർ അത്താഴം കഴിച്ച് അവിടെ നമ്മോടൊപ്പം വിശ്രമിക്കും. അതാണ് അതിൻ്റെ ഒരു ശീലം. ഇപ്പം പിന്നെ ആധുനിക കാലത്ത് ഡിന്നർ കഴിക്കുന്നു, പാതിരാകുമ്പോൾ നമ്മൾ പിരിയുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു വീട്ടിൽ വന്നാൽ അവിടെ കിടക്കുകയാണ്. അത്താഴം കഴിച്ചാൽ അവിടെ അത്താഴം കഴിക്കാൻ വെയിറ്റ് ചെയ്യുന്നയാൾ അവിടെ കിടക്കുകയും വിശ്രമിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. ഞാനതിനെ ആ ഒരു നിലയിൽ ചിന്തിച്ചുകൊണ്ട് ഒരു മനോഹരമായ പ്രോത്സാഹന വാക്കായി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പറയുന്നതോ, ഞാൻ നിന്നോടൊപ്പം അത്താഴം കഴിക്കുമെന്ന് പറയുകയാണ്. സുഖം. അപ്പം അത്താഴം കഴിച്ചതിന് ശേഷം പിന്നീടുള്ള സമയം എന്ന് പറയുന്നത് രാത്രിയാണല്ലോ, അല്ലേ? രാത്രിയാണ്. രാത്രി കഴിക്കുന്ന ഭക്ഷണമാണല്ലോ അത്താഴം. വൈകുന്നേരം ഈവനിങ് കഴിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രിയാണ്. രാത്രിയുടെ യാമങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പം ഈ രാത്രി എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ കൂരിരുട്ടാണ്. ഈ കൂരിരുട്ടിൽ മനുഷ്യനൊന്നും ചെയ്യുന്നില്ല. കൂരിരുട്ട് മനുഷ്യനെ ദുഃഖവും ഭയവും അല്ലെങ്കിൽ അരിഷ്ടതാവസ്ഥയും ഒക്കെ നൽകുന്ന ഒരു അന്തരീക്ഷമാണ്. മനുഷ്യൻ പകലാണ് സന്തോഷം. മനുഷ്യന് വെളിച്ചമാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അപൂർവം ആൾക്കാർക്ക് മാനസികമായി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ രാത്രി ഇരുട്ടും നിഴലും ഒക്കെ ഇഷ്ടമുള്ളവരാണ്. ഇരുട്ടത്തിരിക്കാനും രാത്രിയിലിരിക്കാനും ഇഷ്ടം. യഥാർത്ഥത്തിൽ ഈ രാത്രി എന്ന് പറയുന്നതിനെ സൂചിപ്പിക്കുന്നത്, ഇരുട്ട് എന്ന് പറയുന്നത്, സ്തോത്രം, പാപത്തെയും അല്ലെങ്കിൽ പൈശാചികമായ പ്രവൃത്തികളെയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇരുട്ട് എന്ന് പറയുന്നത്. ആറ്റ്മോസ്ഫിയർ. രാത്രി എന്ന് പറയുന്നത് പൈശാചികമായ മനുഷ്യനോടുള്ള പൈശാചിക പോരാട്ടത്തിൻ്റെ ഒരു സിംബോളിക്കായിട്ട് നമുക്കതിനെ കാണാം. അത്താഴം കഴിക്കുന്ന കർത്താവ് അത്താഴത്തിന് ശേഷം ഈ രാത്രി നിന്നെ ഒറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അത്താഴം കഴിക്കാൻ വന്നയാൾ അത്താഴത്തിന് ശേഷം നിന്നോടൊപ്പം വിശ്രമിക്കും. എൻ്റെ ഹൃദയത്തിൽ വന്നൊരു ആലോചന ഇതാണ്. അവൻ ലോകത്തിൻ്റെ വെളിച്ചമാണല്ലോ. അവൻ നിൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്താഴം കഴിഞ്ഞ് ഈ കൂരിരുട്ടിൽ നിന്നെ അവൻ കൈയൊഴിഞ്ഞു പോകുന്നില്ല. നിൻ്റെ ജീവിതത്തിൻ്റെ ഇരുൾ നിറഞ്ഞ പാതകളിൽ അവൻ്റെ സാമീപ്യം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നൊരു വ്യക്തി ഇരുട്ടിൽ വഴി തെറ്റി അലയുന്നൊരു വ്യക്തിയാകത്തില്ല. ഇരുട്ടിൽ കുഴങ്ങിപ്പോകുന്ന ഒരാളുമായിരിക്കത്തില്ല. കാരണം അത്താഴത്തിന് ശേഷമുള്ള ഈ രാത്രി എന്ന് പറയുന്നത് ആ ഇരുട്ട് നിറഞ്ഞ അനുഭവത്തിൽ അവൻ്റെ സാമീപ്യം നിന്നോടുകൂടെയുണ്ട്. അവൻ നിന്നെ പിരിഞ്ഞു പോകുന്നില്ല. നിനക്ക് ഭയപ്പെടേണ്ടതായിട്ടില്ല. അതായത് ഈ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ നിന്നോടൊപ്പം അത്താഴം കഴിയും. നിന്നോടൊപ്പം അത്താഴം കഴിച്ചാൽ പിന്നെ നീ നേരിടാൻ പോകുന്ന രാത്രി
അവൻ നിന്നെ ഉപേക്ഷിച്ച് പോകത്തില്ല. ആ രാത്രി അവൻ നിന്നോട് കൂടെയുണ്ട്. ആ രാത്രി നിന്നെ ഭയരഹിതമായി സന്തോഷകരമായി ആനന്ദത്തോടെ വസിപ്പാൻ അവൻ ഇടയാക്കി തരും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഇരുൾ നിറഞ്ഞ പാതകളിൽ നിൽക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയ കവാടം തുറന്നു കൊടുത്തവനെ ഉള്ളിലേക്ക് ക്ഷണിക്കുന്നുവെങ്കിൽ, ജീവിതത്തിൻ്റെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന, ജീവിതത്തിൻ്റെ പാപമംഗലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ഭയാനകമായ ഇരുട്ടിൽ ഭയന്ന് ജീവിതത്തിൻ്റെ സമരമുഖങ്ങളിൽ തളർന്നിരിക്കുന്ന ആരെങ്കിലുമൊക്കെ കേൾക്കുന്നെങ്കിൽ, ഇന്ന് ആ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ നിന്നോടൊപ്പം അത്താഴം കഴിക്കും. അത്താഴം കഴിക്കുന്നവൻ ഒരിക്കലും നിന്നെ ആ ഇരുട്ടിൽ പിന്നെ ഉപേക്ഷിച്ച് പോകുന്നില്ല. ആ ഇരുൾ നിറഞ്ഞ നിന്റെ പാപം നിറഞ്ഞ ജീവിതയാത്രയിൽ നിന്ന് നിനക്കൊരു വിമോചനം, ആ ഭയാനകരമായ ഇരുട്ടിൻ്റെ അനുഭവത്തിൽ നിന്ന് നിനക്കൊരു വിമോചനം, ആ ഏകാന്തതകളിൽ നിന്നൊരു വിമോചനം. ആ രാത്രി നീ ഏകനല്ല. നിന്റെ ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ രാത്രികൾ അവൻ്റെ സാമീപ്യം നിന്നോടൊപ്പമുണ്ട്. അത്താഴത്തിന് ശേഷം നിന്നോടൊപ്പം വിശ്രമിക്കുന്നവൻ നിന്നെ അനർത്ഥങ്ങളിൽ പെടാതെ, തകർന്നു പോകാതെ, ഭയവികലനായി നീ ഓടി ഒളിക്കാതെ സ്വതന്ത്രം അത്ഭുതകരമായി പരിപാലിക്കാനിടയായിത്തീരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇന്നീ പ്രഭാതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്ന ആരെങ്കിലും ആദ്യമായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെയും കൂരിരുൾ നിറഞ്ഞ ജീവിതയാത്രയിൽ ലോകത്തിൻ്റെ വെളിച്ചമായവൻ നിങ്ങളെ പിരിഞ്ഞു പോകാതെ നിങ്ങളുടെ ഇരുളുകളെ ആനന്ദമാക്കി പ്രഭാപൂരിതമാക്കി നിങ്ങളോടൊപ്പം ഉണ്ടാവും. ആ ദൈവത്തിനായി നിങ്ങളുടെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കുവാൻ, ആ കർത്താവായ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കുവാൻ, ആ കർത്താവായ യേശു നിങ്ങളോടൊപ്പം അത്താഴം കഴിക്കുവാൻ, ആ കർത്താവായ യേശു നിങ്ങളുടെ രാത്രികളെ പകലാക്കി നിങ്ങളോടൊപ്പം വിശ്രമിക്കാൻ സ്തോത്രം നിങ്ങൾക്കൊരുക്കമാണെങ്കിൽ, അവൻ ഇതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ക്ഷണിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിന്റെ നാമത്തിൽ തിരുവസലിലേക്ക് അടുത്തുവരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അങ്ങയുടെ കരങ്ങളിൽ നൽകി അനുഗ്രഹിക്കുക. ജീവിതത്തിന്റെ ഭയം നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പ്രതികൂലങ്ങളിൽ കർത്താവേ സ്വത്രം നിരാലംബരായവരുണ്ട്. എങ്ങനെ എന്നുള്ള ആശങ്കകളിൽ ജീവിക്കുന്നവരുണ്ട്. കർത്താവ് അങ്ങേക്ക് കരുണ തോന്നുകയും അങ്ങേ അവരോടൊപ്പം വസിക്കുകയും അവരെ ഭയത്തിന് നിന്ന് പുറത്തു കൊണ്ടുവരികയും അനുഗ്രഹമായ ജീവിതത്തിനുടമകളുമാക്കണമേ. അതെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നും എൻ്റെ നീതിയുള്ള വലങ്കരങ്ങൾ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്നും, ഞാൻ നിനക്ക് മുൻപായി പോകുമെന്നും, ഞാൻ നിനക്ക് മുൻപായി ദുർഘടങ്ങളെ നിറപ്പാക്കി സമതല ഭൂമികളെ ഒരുക്കിത്തരുമെന്നും, കർത്താവേ ഞാൻ നിന്നെ വലങ്കരം പിടിച്ച് നടത്തുമെന്നും ഒക്കെയുള്ള നിന്റെ വാഗ്ദത്തം ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുക. ഈ പകലിൽ ഞങ്ങൾക്ക് അങ്ങയുടെ മഹത്വം കണ്ട് സന്തോഷിപ്പാനിടയാണ്. ആ വചനം ഞങ്ങളെ ജീവിപ്പിക്കട്ടെ. വചനം ഞങ്ങൾക്ക് ശക്തിയും ഊർജ്ജവും പകരട്ടെ. ഇന്ന് കർത്താവിൻ്റെ കൃപയിലേക്ക് ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവ് ചാനൽ 1 എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിക്കുക. ആദ്യമായി കാണുന്നവരെയും അനുഗ്രഹിക്കുന്നു. പ്രതികൂലങ്ങളിലും വിഷമങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ നിന്ന് കാണുന്നവരുണ്ട്. അവർക്ക് വിടുതലും ആശ്വാസവുമായി ഇന്നത്തെ മീറ്റിംഗ് തീരട്ടെ. ഉള്ളംകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. പിതാവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഇവരെയും ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും ഒരിക്കൽ കാണാം. ഇന്ന് വൈകിട്ട് നമുക്ക് ഓൾ നൈറ്റ് പ്രെയർ ആയിട്ടുണ്ട്. സ്വതന്ത്രം പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നമ്മുടെ സഹോദരങ്ങൾ, യൂത്ത് പിള്ളേരൊക്കെ ഉണ്ട്. അവരോടൊപ്പം നമുക്ക് രാത്രി പങ്കുവയ്ക്കാം. നാളെ കഴിഞ്ഞ് സ്വതന്ത്രം നമുക്ക് ഒരു മുറ്റത്തെ കൺവെൻഷൻ ഇവിടെയുണ്ട്. സ്വതന്ത്രം ദൈവത്തിന് മഹത്വം. പ്രിയമുള്ളവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്വതന്ത്രം വൈകിട്ടത്തെ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഓൺലൈനിലുണ്ടാവും വൈകിട്ടത്തെ ഈ ഓൾ നൈറ്റ് പ്രെയർ. സ്വതന്ത്രം യൂട്യൂബിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ കമൻറ്റ് ചെയ്യാം. പ്രാർത്ഥനയിൽ പങ്കാളികളാകും. സ്വതന്ത്രം ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചാനൽ 1 സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ ഫേസ്ബുക്ക് പേജും ഒക്കെ ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ചാനൽ 1 എന്നുള്ളത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് വലിയ അനുഗ്രഹമായിരിക്കും. ദൈവത്തിന് മഹത്വം. കർത്താവ് ഇവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ലവ് യു. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ്.